ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. സലാത്ത് അലൻ നബി, നബിയുടെ മേലുണ്ടാകട്ടെ. വസ്സലാമു, സലാമു അലർ റസൂൽ, റസൂലിൻ്റെ മേലുണ്ടാകട്ടെ. മാറ്റിയിട്ടൊക്കെയാണ് നബി റസൂൽ എന്നൊക്കെ. അഷ്ശഫീഇ, ശുപാർശ ചെയ്യുന്നവരായ. അൽ അബ്തഹി, മക്കയിൽ ജനിച്ചവരായ. അൽ അറബി അല്ലേ, അൽ ഹബീബ്, ഹബീബായ. പിന്നെ അൽ അറബി, അറബിയുമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മേൽ സ്വലാത്തു സലാം ഉണ്ടാകുമാറാവട്ടെ. അതങ്ങനെ പിന്നെയും ചൊല്ലിക്കൊണ്ടിരിക്കും തോറും സ്വലാത്തു സലാമും അങ്ങനെ അധികരിപ്പിക്കലാണ് വരിക. എന്നാൽ ചൊല്ലിയൊക്കെ. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي. أنت നബിയെ തങ്ങൾ, തത്തുലു തങ്ങൾ വെളിവാകും. തൊലാ യത്തുലു, നസറ യൻസുറുവിൻ്റെ മാതിരി. തത്തുലു അല ഖൗം, സൂറത്തുൽ കഹ്ഫ്. പിന്നെ തൊലാ നാഫീൽ മാലി, അതും അൽ ബഖറ തന്നെ ഉണ്ട്. തൊലാ തസാവറു അൻ കഹ്ഫി എന്നൊക്കെ അല്ലേ. ബൈനന, ഞങ്ങൾക്കിടയിൽ തങ്ങളിങ്ങനെ വെളിവാകും, അല്ലെ വെളിവായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും എപ്പോഴും. പിന്നെ ഫിൽ കവാക്കിബിക്കൽ ബുധൂർ, നക്ഷത്രങ്ങൾക്കിടയിലെ പൗർണമിയെപ്പോലെ ഇങ്ങനെ ഉദിച്ച് ഇങ്ങനെ ഒന്നാമത്തെ 2 ദിവസമൊക്കെ എന്താ പറയും, ഹിലാല് അറിയും. അങ്ങനെ കുറച്ചൊക്കെ വെളിച്ചം വെച്ചാൽ വലുതായി കഴിഞ്ഞാൽ എന്താ പറയും, ഖമർ അറിയും. ഫുള്ളായിട്ട് 14 രാവിൻ്റെ അന്ന് എന്ത് പറയും, ബദർ അറിയും. അതിനാണ് പൗർണമി അറിയുക, പൂർണ്ണചന്ദ്രൻ. അപ്പം നക്ഷത്രങ്ങൾക്കിടയിലെ പൂർണ്ണചന്ദ്രനെ പോലെ അന്ന് ഉദ്ദേശിക്കുന്നത് പ്രവാചകന്മാർക്കിടയിൽ അവസാനത്തവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ അസ്വാബിക നുജൂം എന്ന് പറഞ്ഞില്ലേ, നക്ഷത്രങ്ങൾക്കിടയിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ പോലെയാണ്. അതല്ലെങ്കിൽ സർവ്വ ദാഴികൾക്കിടയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൗർണമി പോലെയാണ്. ഇങ്ങനെയാകാം. ബല്യ, അങ്ങനെയും പറഞ്ഞാൽ പോരാ, അഷ്റഫു ബിൻഹു, അതിനേക്കാളും അഷ്റഫുള്ളവരാണ്. അതാണ് അന്ത ഷംസുൻ അന്ത ബദറുൻ അന്ത നൂറുൻ ഫൗക നൂർ എന്നാണ് അല്ലേ. അപ്പോൾ എന്താണ്, ബദറിൻ്റെ മേലല്ലേ ഷംസ്. അപ്പോൾ അവിടേക്ക് അതില്ലപ്പെടുത്തേണ്ടത് അങ്ങനെയാകാം. യാ സയ്യിദി, യാ സയ്യിദി ഹൈറൻ നബി, എൻ്റെ സയ്യിദേ, എൻ്റെ നേതാവായ നബിയെ. ഹൈറൻ നബി എന്ന ഒന്നെങ്കിൽ സിഫത്തിന് മൗസൂൽ അധികം നിൽക്കുക. അപ്പം നെയ്ക്കാരം ഹൈറായ നബിയെ നെയ്ക്കാരം. അതല്ലെങ്കിൽ ഹൈറൻ നബി എന്ന നബി ജമ്മിൻ്റെ മാനാക്കാകുക, അമ്പിയാക്കളിൽ ഹൈറായവരെ. പിന്നെ അന്ത ഉമ്മുൻ അം അബൂൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. അന്ത നബിയെ തങ്ങൾ, ഉമ്മുൻ ഉമ്മയാണോ, അന്ത ഉമ്മുൻ തങ്ങൾ അങ്ങയുടെ ഉമ്മയെ പോലെയാണോ, അം അബുൻ അതല്ല ഉപ്പയെ പോലെയാണോ, അല്ല. ഇസ്തിഫാം ഇൻകാരിയാണ്, കളപ്പട്ടി ഇസ്തിഫാമാണ്. ഇങ്ങോട്ട് അതിനെ ഇസ്തിഫാം ഇൻകാറും അങ്ങനെയൊന്നും പറയാൻ കഴിയൂല. മാറ ഐന, ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഫീഹിമ മാതാപിതാക്കളിലും മിസ്ല ഹുസ്നിക്, തങ്ങൾ ചെയ്ത ഹുസ്നിനോട് സമാനമായ ഒരു നന്മ ഞങ്ങൾ ആരിൽ നിന്ന് കിട്ടിയിട്ടില്ല, മാതാപിതാക്കളിൽ നിന്ന് പോലും കിട്ടിയിട്ടില്ല. 10 മാസം ഗർഭം ചുമന്ന, വായിലേക്ക് ഭക്ഷണം വാരി തന്ന, കാഷ്ടമൂത്രം കോരിയ ഉമ്മയും രാപ്പകൽ കഷ്ടപ്പെട്ട ഉപ്പ പോലും ചെയ്തിട്ടില്ല, തങ്ങൾ ചെയ്ത നന്മയോട് സമാനമായ നമ്മൾ ചെയ്തിട്ടില്ല. നബി തങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവരാണ്, 2 ലോകത്ത് രക്ഷയുടെ കവാടം തുറന്നു തന്നവരാണ്. അതിനോട് സമാനമായ ഒന്നുമില്ല. ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? ഹിദായത്തും ഈമാനും അല്ലേ. അതാരിലൂടെ കിട്ടിയത്? മുത്തനബിയിലൂടെ. പിന്നെ ഖത്തു, തീരെ തന്നെ എന്ത് ചെയ്തിട്ടില്ല, മാതാപിതാക്കളിൽ നിന്ന് അതിനോട് സമാനമായത് ലഭിച്ചിട്ടില്ല. യാ സയ്യിദി ഖൈറൻ നബി അന്ത മുൻജീനാ ഗദാൻ മിൻ ശഫാഅതിക സഫാ മൻ ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി. അന്ത നബിയെ തങ്ങൾ, മുൻജീന ഞങ്ങളെ രക്ഷിക്കാനുള്ളവരാണ്. ഞങ്ങൾ പ്രതീക്ഷ എങ്ങനെയാണ്, നിങ്ങൾ ഞങ്ങൾ രക്ഷിക്കുമെന്നാണ് പ്രതീക്ഷ. ഓതൻ നാളെ പറഞ്ഞാൽ നാളെ മഹ്ശറിൽ. എങ്ങനെ? മിൻ ശഫാഅതിക സഫാ, തങ്ങളുടെ ആ സഫയാതായിരിക്കുന്ന തെളിഞ്ഞതായിരിക്കുന്ന ഷഫായത്തിലൂടെ. ഷഫാഅത്തുൽ ഉളുമാ എന്ന് പറയുന്ന എല്ലാവരും നഫ്സി നഫ്സി പറയുന്ന നേരത്ത്
ഒരു ആദം നബി അലൈഹി സ്വലാമിനോ ഇബ്രാഹിം നബിക്കോ മൂസാ നബിക്കോ മീസാ നബിക്കോ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സംഗതിയാണ് ഷഫാഅത്തുന്നുളുമ. ആ ഷഫാഅത്തിലൂടെ ഞങ്ങളെ തങ്ങൾ രക്ഷിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മൻ ലനാ മിഥ്ലുക്, തങ്ങളെപ്പോലെ ഞങ്ങൾക്ക് ആരാളുള്ളത്? ആരുമില്ല. ഇസ്ലാം ഇൻകാരി തന്നെയാണത്. യാ സയ്യിദി ഖൈറൻ നബി ഇർതകബ്തു അലൽ ഖതാ غير حصر وعدد لك أشكو فيه يا سيدي خير النبي. ഇർതകബ്തു, ഞാൻ ചെയ്തു പോയി. അതിൻ്റെ അർത്ഥം ഫഅൽതു എന്നതിൻ്റെ മാന ഞാൻ ചെയ്തു പോയി. എന്ത്? അലൽ ഖതാ, തെറ്റ് ചെയ്തു പോയി. അല സായിദ നിൽക്കുക. അല്ലെങ്കിൽ ഇർത്തക്കബ എന്നുള്ളത് ഏത് മാനാക്കുക? വാഹനം കയറി എന്നുള്ള മാനാക്ക് മജാസായിട്ട് ഉപയോഗിച്ചിരിക്കുക. എന്തിൻ്റെ മേലിൽ കയറി? അലൽ ഖത്താ, തെറ്റെന്ന വാഹനത്തിൻ്റെ മേലിൽ ഞാൻ കയറിപ്പോയി. ഒരുപാട് തെറ്റ് ചെയ്തു പോയി എന്നാണ് ഉദ്ദേശം. വൈറ ഹസരിൻ വഅദദ്, എണ്ണമോ തിട്ടമോ ഇല്ലാതെ. ലക്ക, തങ്ങളോട് മാത്രം അഷ്കൂ, ഞാൻ അവലാതി പറയുന്നു നബിയെ. ഒരു പടപ്പിനോട് എനിക്ക് പറയാനല്ല, തങ്ങളോട് മാത്രം. പിന്നെ യാ സയ്യിദി ഖൈറൻ നബി, ഈ കുറ്റമെന്ന വാഹനത്തിൽ അറ്റമില്ല കയറി ഞാൻ തങ്ങളോടന്യായമായി സയ്യിദി ഖൈറൻ നബി. പണ്ട് മദ്രസന്ന് പഠിച്ചവർ വരിയിട്ട് ഓർമ്മയുള്ളൂ, അപ്പുറപ്പുറമൊക്കെ ഉണ്ടാവും, മറന്നുപോയി. പിന്നെ ഇന്നന, നിശ്ചയമായിട്ടും ഞങ്ങൾ, നെർജു, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഇലാ കഅ്സി ഹൗളിക്, തങ്ങളുടേതായ ആ ഹൗലിൽ നിന്നുള്ളതായ ആ നിറഞ്ഞ കോപ്പയിലേക്ക് ഞങ്ങൾ പ്രതീക്ഷ വെക്കുന്നു. ലില്ലതഷ്, ഞങ്ങളുടെ ദാഹത്തിലേക്ക്. നാളെ മഹ്ശറിലും നാളെ സ്വർഗത്തിലും ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തങ്ങളുടെ ഹൗദുൽ കൗസർ എന്ന് പറയുന്ന ആ ഹൗലിൻ്റെ നിറഞ്ഞ കോപ്പ, നിറഞ്ഞ വെള്ളം, പാനീയം നിറഞ്ഞിക്കുമ്പോഴേ എന്ത് പറയുള്ളൂ? കേസ് എന്ന് പറയുള്ളൂ. അങ്ങനത്തെ കേസിലേക്ക് ഞങ്ങൾ പ്രതീക്ഷ വെക്കുന്നുണ്ട് നബിയെ എന്ന്. യൗമ നശ്രി കിതാബി, എൻ്റെ കിതാബ് തുറക്കുന്ന ദിവസം. ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ എന്ന് പറയുന്ന തെറ്റ് നിറച്ച ആ പുസ്തകമല്ലേ, അത് ഇങ്ങോട്ട് തുറക്കുമ്പോൾ ആകെ മാനം കെടാതിരിക്കാൻ ഒന്നും പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല, തങ്ങളെ മാത്രമേ ഉള്ളൂ. അശ്ശഫാഅത ഹബ്ലന ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഹ്ലന ഇൻ ലഅയ സയ്യിദി ഖൈറൻ നബി. അശ്ശഫാഅത, ഷഫാഅത്തിന് ഹബ് നൽകണം, ലന ഞങ്ങൾക്ക് നബിയെ, ഫിൽ ഖിയാമത്തി അന്ത്യനാളിലത്തെ ശുപാർശ ഞങ്ങൾക്ക് നൽകണം. മുഷ്ഫിഖ, ഹബിൻ്റെ ലമീറിന് ഹാലാക്കുകയാണെങ്കിൽ തങ്ങൾ തന്നെ ഞങ്ങളോട് വല്ലാതെ ഷഫക്കത്തുള്ളവരാ നിലയിൽ, സ്നേഹമുള്ളവരാ നിലയിൽ, കാരുണ്യമുള്ളവരാ നിലയിൽ. അല്ലെങ്കിൽ ലന എന്ന് പറഞ്ഞാൽ നാ എന്നതിൽ നേരാക്കുക, ഞങ്ങൾ തന്നെ ഭയപ്പെട്ട് നിൽക്കുന്നവരാ നിലയിൽ. അപ്പോൾ കുല്ലുവാദിന് ഇത്തിബാർ ചെയ്യേണ്ടി വരും. ഞങ്ങളിൽ ഓരോരുത്തരും ഞങ്ങളെ ഭയവിഹ്വരായി നിൽക്കുന്നതായ സന്ദർഭത്തിൽ തങ്ങളുടെ ഷഫാത്ത് ഞങ്ങൾക്ക് നൽകണം നബിയെ. വാഹ് വാഹ് ഹോ ഹോ, ഭയങ്കര നഷ്ടം തന്നെ ഇക്കാരം. ലന, ഞങ്ങൾക്ക് ആ ഷഫാത്ത് അങ്ങ് നഷ്ടപ്പെട്ടാൽ എൻ്റെ കഥ എടുക്കാനില്ല. പിന്നെ യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി കുല്ല വഖ്തിൻ ദായിമാ ലാഹ നജ്മുൻ ഫിസ്സമാ സയ്യിദി ഖൈറൻ നബി. അസ്സലാത്തു, നിങ്ങളുടെ സലാത്ത് അലൻ നബി, നബിൻ്റെ മേലുണ്ടാവട്ടെ അള്ളാഹുവിൻ്റെ സലാത്ത്. കുല്ല വഖ്ത്, എല്ലാ സമയത്തും, ദായിമൻ, നിത്യമായ നിലയിൽ. മാ ലാഹന്, മാ കളയപ്പെട്ട് പോയി, നിർഫും അസ്തിരിയാർ മാണ്ടായിനി അവിടെ. ആവുന്ന കാലത്തോളം എന്നില്ല, മാ ലാഹ, വെളിവാവുന്ന കാലത്തോളം, ജുമുൻ നക്ഷത്രം വെളിവാവുന്ന കാലത്തോളം, വിസമ, ആകാശത്ത്. അതാ എന്നെന്നും ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുന്നത് വരെ ആകാശത്തെന്തുണ്ടാവും? നക്ഷത്രം ഉണ്ടാവും. അപ്പം എന്നെന്നും നബി തങ്ങളുടെ മേൽ അല്ലാഹുവിൻ്റെ സ്വലാത്തു വസ്സലാം ഉണ്ടാവട്ടെ എന്നർത്ഥം. സയ്യിദി ഖൈറൻ നബി.